ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര എങ്ങോട്ടാണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂന് അഥവാ എൻ്റെ കാക്കാൻ്റെ വൈഫ് കേട്ടോ, അവൾ 1 year ആയിട്ട് അവൻ്റെ അടുത്തായിരുന്നു. അവന് റിയാദിലാണുള്ളത്. അപ്പോൾ ഓൾ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഓളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇമ്മയും ഇപ്പിയും പിന്നെ ഞാനും യാമിയാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങളെ വീട്ടിൽ നിന്ന്. പിന്നെ ഓളെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. ഓളെ ഇപ്പിയും ഇമ്മയും പിന്നെ ഓളെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. 7:15 ഫ്ലൈറ്റിൻ്റെ ടൈം. ഞങ്ങൾ അവിടെ ഒരു 7 മണിയായപ്പോൾക്ക് എത്തിട്ടോ. എന്നിട്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവൾക്ക് ലഗേജ് കിട്ടാൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞങ്ങൾ യാമിനെയും കൊണ്ട് ഫസ്റ്റ് ടൈം ആയിട്ടോ ഇത്ര ലോങ് ആയിട്ടൊരു യാത്ര പോണത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൾക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവന് കുറേ ദിവസമായിട്ട് മാമി എന്നാണ് അവൾ വിളിക്കുക. അപ്പോൾ മാമി എന്നാ വരിക എന്നൊക്കെ ചോദിച്ചു. കാരണം അവന് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. നമുക്ക് ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, പോകുന്നത് ഭയങ്കര സങ്കടമാണല്ലേ. അപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ കൊണ്ടേക്കാൻ പോകാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, കാരണം ആകെ സീനാവും. അതുകൊണ്ട് ആരും അങ്ങനെ കൊണ്ടാക്കാൻ പോവലില്ല. കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറേ ആൾക്കാർ പോവില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലേനു. പിന്നെ എന്താ, നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോട ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ കേട്ടോ. തണുപ്പ് ഇല്ല, പക്ഷേ കോട ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ആ ടൈം തൊട്ട് അവിടെ ആകെ ആളുകളായിട്ടോ, ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഓരോരുത്തർ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, ഓളാണോ വരാനായെന്നൊക്കെ. എല്ലാവരും അങ്ങനെയല്ലേ, എയർപോർട്ടിൽ പോയാൽ അവർ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കും. അങ്ങനെ ഞങ്ങളും കുറേ നേരം നിന്നു. ഈ സമയത്തൊക്കെ യാമിനെ ഇപ്പോൾ എടുത്തുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഓള് കരയല്ലേന്ന് വെച്ചിട്ട് കേട്ടോ. അവിടുന്ന് കരഞ്ഞാൽ പിന്നെ ആകെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം അവളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടന്നു. പിന്നെ മീനു എന്നാണ് എൻ്റെ നാത്തൂനെ വിളിക്കുക. അപ്പോൾ ഓള് വരാനായപ്പോക്ക് യാമീൻ്റെ ക്ഷമ കെട്ടിട്ടോ. അപ്പോൾ തന്നെ അവൾ കരച്ചിൽ തുടങ്ങി. പിന്നെ ഇപ്പൻ്റെ കയ്യിൽ കൊടുന്നു, ഞാൻ അവളെയും കൊണ്ട് നേരെ വണ്ടിയിൽ പോയിട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായിരുന്നു മീനുവിൻ്റെ വരവ്. അത്രയും നേരം വെയിറ്റ് ചെയ്ത് അവളെ വരവ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ടൈം ആയപ്പോക്ക് എനിക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഫോൺ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് വീഡിയോ എടുത്തോളിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നതേനു. അപ്പോൾ ഞാനും അങ്ങോട്ട് അത് വീഡിയോ എടുക്കുന്നത് ഓൻ്റെ അടുത്ത് കൊടുത്തേക്കേനു ഉമ്മ. അപ്പം ഓനേതായാലും എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഓളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം ഓളമ്മാൻ്റെയും ഇപ്പാൻ്റെയും സ്നേഹപ്രകടനങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് വരില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷവും ഒക്കെ ഓളെ ഫാമിലീൻ്റെ മുഖത്തുണ്ടാവും. ഞാൻ ഈ ഫീലിങ്സ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഒരു പ്രവാസിയേനു, എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ്, എൻ്റെ 2 ആങ്ങളാരിപ്പോൾ പ്രവാസികളാണ്. അപ്പം ഈ ഒരു പോകുമ്പോഴുള്ള സങ്കടവും വരുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം യാമി നല്ല ഉറക്കത്തിലാണ്. ഓള് ഭയങ്കര ക്ഷീണിതയായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ ഞങ്ങളാണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് കസ്റ്റമർ കേട്ടോ. അവിടെ അങ്ങനെ ആരും ഇല്ലേനു, ഫുൾ കാലിയായിരുന്നു. കാരണം രാവിലെ തന്നെ അല്ലേ, ഒരു 8 മണി 8:30 ആ ടൈമിലാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അവിടെ വണ്ടി നിർത്തിയപ്പോഴത്തേന് ഓള് എണീച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറി. അവിടെ ഈ കുട്ടികളെ കിടത്തുന്ന ക്രാഡിൽ വല്ലതും ഉണ്ടോ ചോദിച്ചിട്ടോ. അപ്പോൾ അവിടെ
അതൊന്നും ഇല്ലേനും. പിന്നെ അവരൊരു ബെഡ് തന്നു കേട്ടോ. അപ്പോൾ ഓളെ അതിൽ കിടത്തിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, ഒന്ന് റീഫ്രഷ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയും കടിയും ഒക്കെ ഓർഡർ ചെയ്ത് ഫുഡിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. പൊറാട്ടയും നോർമൽ ചിക്കൻ കറിയും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വീട്ടിൽ വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലേ എന്നുള്ളത് ഞാനും ഉമ്മയും സംസാരിക്കുകയും ചെയ്തിട്ട് അവിടുന്ന്. പിന്നെ ഞങ്ങൾ ബീഫും അതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സൈഡായിട്ട് കഴിക്കാൻ. അങ്ങനെ ഞങ്ങളെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് മടക്കം. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പം അവൾ എന്തൊക്കെയാണ് കൊടുന്നത്, എനിക്കെന്താണ്, യാമിക്കെന്താണ്, യാനുവിന് എന്താണെന്നൊക്കെ ഉള്ള ഒരു കുട്ടി വീഡിയോ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ഈ വീഡിയോക്കും ആ വീഡിയോക്കൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമ്മൾ വീട്ടിലെത്തിയ ലഗേജൊക്കെ എടുത്ത് വീട്ടിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതാ യാനുമാണ് അവളെ ട്രോളി എടുത്തിട്ട് പൊക്കിക്കൊണ്ട് പോണത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. കാക്കാക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും, ഓൾ അവിടുന്ന് പോകുന്നതിൻ്റെ കുറച്ച് സങ്കടം ഉണ്ടാവും. ഓൾക്കും ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, ചിലപ്പോൾ എന്നല്ല എന്തായാലും ഉണ്ടാവും. ഓനെ വിട്ട് പോകുന്നതിൻ്റെ സങ്കടം ഉണ്ടാവും. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളൂല്ലേ. അപ്പോൾ പിന്നെന്താ, എൻ്റെ ചാനലും വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.